ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അയക്കപ്പെട്ടവരും രാപ്പകൽ അധ്വാനിച്ചവരുമാണ് അപ്പോസ്തലന്മാർ. അവരെല്ലാവരും കൂട്ടായ സാക്ഷ്യമാണ് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ സഭയുടെ ആരാധനാക്രമങ്ങളിൽ ശ്രേഷ്ഠമായ ചില ദൈവികമായ വിലകൾ, വിശേഷതകൾ ഈ സ്ലീഹന്മാർക്ക് നൽകുന്നു. സഭയെ ഫലപുഷ്ടമാക്കിയ ഏദനിലെ നീർച്ചാലുകൾ, ആത്മാക്കൾക്ക് ആനന്ദ പനിമഞ്ഞിനെ പൊഴിച്ച ശോഭിത മേഘങ്ങൾ, അവിശ്വാസമാകുന്ന മൂടൽമഞ്ഞിനെ നീക്കിയ മിന്നൽ പിണരുകൾ, സുവിശേഷമാകുന്ന വിത്തിനെ വിതച്ച വിദഗ്ധർ, സ്ലീബായാകുന്ന വൃക്ഷത്തിൽ മനുഷ്യരാകുന്ന മക്കളെ ഒട്ടിച്ചേർത്ത വിശുദ്ധന്മാർ നിരയിലുമൊക്കെ ഈ സ്ലീഹന്മാരെ പരിശുദ്ധ സഭ കൊണ്ടാടുന്നുണ്ട്. ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പരിശുദ്ധമായ നോമ്പ് പര്യവസാനിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതേപോലെ തന്നെ ജൂൺ മാസം 30-ാം തീയതി 12 സ്ലീഹന്മാരെ അനുസ്മരിച്ചും നാം പെരുന്നാളുകൾ കൊണ്ടാടുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായുടെ തിരുശേഷിപ്പ് എഡേസായിലേക്ക് കൊണ്ടുപോയത് ജൂലൈ മാസം 3-ാം തീയതിയും നാം കൊണ്ടാടുന്നു, ഒരുങ്ങുകയാണ്. അപ്പോസ്തോലിക പാരമ്പര്യം നോക്കുമ്പോൾ പത്രോസും പൗലോസും സ്ലീഹന്മാരിൽ മുമ്പന്മാരെന്ന് കാണുമ്പോഴും തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ മുമ്പന്മാരാരും തന്നെ ഇല്ല. മുമ്പന്മാരാഗ്രഹിക്കുന്നവൻ പുറകെ പോയി ശുശ്രൂഷ പുറകിൽ പോയി നിൽക്കണമെന്ന് പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിരുന്നാലും നാം പത്രോസിനെയും പൗലോസിനെയും അനുസ്മരിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കുകയാണ്. പത്രോസ് പ്രായത്തിൽ മുമ്പനായിരുന്നു. അദ്ദേഹം ക്ഷിപ്രകോപിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി അത്രമാത്രം ധീരതകൾ വഹിച്ച് ശിഷ്യന്മാരുടെ എല്ലാവരുടെയും ഒരു ജ്യേഷ്ഠനായി പത്രോസിനെ നാം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്, യേശു തമ്പുരാൻ ഇല്ലാതിരുന്ന സമയത്ത് യഹൂദന്മാർ തങ്ങളുടെ ഗുരുവിനെ കൊന്നുവെന്ന് പറഞ്ഞ് ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോയി കൊന്നുവെന്ന് വിശ്വസിച്ച് പത്രോസ് ആ മുറിയുടെ ഇരുട്ടിലിരുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ പഴയ തൊഴിലിന് വേണ്ടി പോവുകയാണ്. പത്രോസിനോടൊപ്പം യാക്കോബും യോഹന്നാനും മറ്റുള്ള എല്ലാവരും സബദി മക്കളുമെല്ലാം അവനെ അനുഗമിക്കുകയാണ്. 7 പേര് തിബരിയോസിന് കടത്തീരത്ത് പോയി വലയെറിയുന്നു. ഒരു രാത്രി മുഴുവൻ അറിയാവുന്ന ജോലി അറിഞ്ഞിട്ട് പോലും ഒരു ചെറിയ പരൽമീനെ പോലും കിട്ടുന്നില്ല എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഒരു സന്ധ്യ മുഴുവൻ അവർ വലയെറിഞ്ഞിട്ടും അവരുടെ വലയിൽ ഒന്നും തന്നെ അകപ്പെട്ടില്ല. കർത്താവ് വിളിച്ചുയർത്തിയ മുക്കുവൻ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെടുന്നു. ബലഹീനതകളും പരിമിതികളും നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചുവെന്ന് പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് വീമ്പിളക്കിയൊരു മനുഷ്യൻ. വീണ്ടും കാണുകയാണ്, യേശുവിനെ പിടിച്ച് മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ പേടിച്ച് മാറുന്നൊരു മനുഷ്യൻ. വീണ്ടും നമ്മൾ കാണുകയാണ്, ആ പത്രോസിനോട് തമ്പുരാൻ തന്നെ പറയുകയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും. പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രിയമുള്ളവരെ, പത്രോസിലും യോഹന്നാനിലും നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ കല്ലറയിലേക്ക് ആദ്യം ഓടിപ്പോയതും പത്രോസും യോഹന്നാനുമാണ്.
വീണ്ടും നമ്മൾ കാണുകയാണ്, കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഇത്രമാത്രം സഭയുടെ ആരാധനാക്രമത്തിൽ പത്രോസിനെയും പൗലോസിനെയും നാം ഒരുമിച്ചാണ് കാണുന്നത്. രണ്ടുപേരെയും ഒരിക്കലും മറ്റുള്ളവരായി കാണുന്നില്ല. രണ്ട് സ്ലീഹന്മാരെയും മുമ്പന്മാരെ തന്നെ കാണുന്നത്. പൗലോസ് നമ്മൾ ഓർത്താൽ മതി. ശൗൽ എന്നൊരു മനുഷ്യൻ ക്രിസ്ത്യാനികളെ എവിടെ കണ്ടാലും പീഡിപ്പിച്ച് നിശ്ചിതമായി കൊന്നിരുന്നൊരു മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ വേദിയായി മാറുന്നു. അവൻ ലോകം മുഴുവൻ സാക്ഷീകരിച്ച് മിഷണറി യാത്രകൾ നടത്തുന്നു. 13 ലേഖനങ്ങൾ കാരാഗ്രഹത്തിരുന്നുകൊണ്ട് പുതിയ നിയമം നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും കാണുകയാണ്, തനിക്ക് ലഭിച്ച കൃപാവരങ്ങളെല്ലാം ജ്വലിപ്പിച്ചവനാണ് പൗലോസ്. ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ നടക്കുന്നു. ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹം മിഷണറി യാത്രകൾ നടത്തുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും കാണുകയാണ്, 3 രീതിയിൽ പൗലോസ് അപ്പോസ്തലനെ വിശേഷിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ, അപ്പോസ്തലൻ, വീണ്ടും കാണുകയാണ് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. ഇത്രമാത്രം പരിശുദ്ധ സഭയുടെ ആരാധനക്രമത്തിൽ പത്രോസിനെയും പൗലോസിനെയും നാം ഒന്ന് വായിച്ചെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്ലീഹന്മാർ, അവരെ അനുസ്മരിച്ച് നാം കൊണ്ടാടുന്ന ഈ സ്ലീഹ നോമ്പ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുകയാണല്ലോ. നോമ്പ് നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരമായി തീരണം. നോമ്പ് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു അനുഗ്രഹമായി തീരണം. നോമ്പ് നമ്മുടെ ജീവിതങ്ങൾക്ക് ഈ വിശുദ്ധന്മാർ കാണിച്ചു തന്ന പാതയിൽ നടക്കുവാനുള്ള ഒരു സ്ഥിരതയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ നോമ്പിലൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ സ്നേഹത്തിൻ്റെ പരിലസം കൊണ്ടും സ്നേഹത്തിൻ്റെ സുഗന്ധം ലോകത്തിന് പടർത്തിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ, ലോകത്ത് തന്നെ 4 യഹൂദന്മാര് ഒരേപോലെ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതിലൊന്നാമത്തെ ആളെന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അദ്ദേഹം ഉണ്ടാക്കിയത് ശാസ്ത്ര വിപ്ലവമാണ്. രണ്ടാമത്തെ ആള് കാൾ മാർക്സ് ആണ്. അദ്ദേഹം സൃഷ്ടിച്ചത് സാമ്പത്തിക വിപ്ലവമാണ്. മൂന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം സൃഷ്ടിച്ചത് മനഃശാസ്ത്ര വിപ്ലവമാണ്. മനഃശാസ്ത്രത്തിന്റെ പരമകോടിയിലെത്തിയ മനുഷ്യൻ മനഃശാസ്ത്ര വിപ്ലവം സൃഷ്ടിക്കുന്നു. എന്നാൽ 4ാമത്തെ മനുഷ്യനാണ്. ഈ 3 പേരിൽ നിന്നും വ്യത്യസ്തമായി യേശുക്രിസ്തുവാണ്. അദ്ദേഹം സൃഷ്ടിച്ചത് സ്നേഹത്തിൻ്റെ വിപ്ലവമാണ്. നമ്മൾ കാണുന്നുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ, നോമ്പെന്ന് പറയുന്നത് ദൈവത്തെ രുചിക്കുവാൻ കിട്ടിയ അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ലെൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് വസന്തം എന്നൊരർത്ഥമുണ്ട്. നാം വലിയ നോമ്പിലും 3 നോമ്പിലുമൊക്കെ അതീവ ചൂടിൻ്റെ സമയത്ത് തീവ്രതയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ലിഹ നോമ്പിലൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ എന്താണ് നോമ്പെന്ന് ചോദിക്കുന്ന വാക്കിന് നമുക്കൊരു ഉത്തരം പിതാക്കന്മാർ തന്നെ നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ ശരീരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നാം ഉത്തരം നൽകാതെ ചില കാര്യങ്ങൾക്ക് നോ പറയുവാൻ കഴിയണം. നമ്മുടെ ശരീരം ഈ നോമ്പ് കാലത്ത് നമ്മോട് ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും യെസ് പറയാതെ ചില കാര്യങ്ങൾക്ക് നോ പറയുവാൻ കഴിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറെ ചാരുതയോടെ നിൽക്കുന്ന ഒരു വേദഭാഗമാണല്ലോ ബാബിലോണിയ കൊട്ടാരത്തിലെ സംഭവം. സുഖലോലുപതയിൽ ദാനിയേൽ എന്ന സുന്ദര മനുഷ്യൻ പറയുകയാണ്, തന്നെത്താൻ ഞാൻ
അശുദ്ധമാകുകയില്ല. സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടിയാലും, സ്വർണ്ണമെത്തയിൽ കിടന്ന് ഉറങ്ങുവാൻ കഴിഞ്ഞാലും, ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചാലും ഞാൻ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് പ്രിയമുള്ളവരെ നോമ്പെന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ നോമ്പെന്ന് പറയുന്നത്. ദാനിയേൽ എന്ന സുന്ദര പുരുഷന് വേണമെങ്കിൽ ആ രാജാവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ലോകത്തിന്റെ സുഖലോലുപതയിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു. നാം ഇപ്പോൾ വായിച്ചു കേട്ട പാമ്പാക്കോട് നമസ്കാരത്തിലെ 3-ാം മണി നമസ്കാരത്തിലെ പ്രാർത്ഥന ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും. ഇനി ലോകമോഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ വരികയില്ല എന്ന് ആണയിട്ട് നാം പറയുക. സുഖസാധ്യതകൾ അനുകൂലമാകുമ്പോഴും തന്നെത്താൻ ഞാൻ അശുദ്ധമാകുകയില്ല എന്ന് നിർവചിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് പ്രിയമുള്ളവരെ നോമ്പെന്ന് പറയുന്നത്. വീണ്ടും കാണുകയാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്. 3 വർഷത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ അറേബ്യയിലേക്ക് പിൻവാങ്ങുന്ന ഒരു ചരിത്രം അവിടെ രേഖപ്പെടുന്നുണ്ട്. അതിപ്രകാരമാണ് രേഖപ്പെടുന്നത്: ഇനി എൻ്റെ ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചിക്കാൻ നിന്നാൽ എനിക്കൊരു പിൻവാങ്ങൽ ഉണ്ടാകുകയില്ല എന്ന് പറയുകയാണ്. എൻ്റെ ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചിക്കാൻ നിന്നാൽ എനിക്ക് കൈക്ക് വേദനയാകും, മുട്ടിന് വേദനയാകും, ഭക്ഷണമില്ലാതെ ഇറച്ചിയും മീനുമില്ലാതെ മുമ്പോട്ട് കഴിയുകയില്ല എന്ന് പറയും നമ്മൾ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചിക്കാൻ നിന്നാൽ എനിക്കൊരു പിൻവാങ്ങൽ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ദമസ്കോസിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്നും മാംസരക്തങ്ങളോട് ആലോചിക്കാൻ നിന്നാൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞതും അതാണ് നമ്മുടെ ഈ നോമ്പ് ദിനം എന്ന് പറയുന്നത്. വലിയ നോമ്പിൽ നാം പാടുന്നുണ്ട്, അപ്രേമിന്റെ ബോബുസായൽ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മൊശീമേലിയായി 40 ദിനം നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവ് നോറ്റു, ആകൽ കർസായി ജയിച്ചുവെന്ന് നാം പാടുന്നുണ്ട്. ആ സാത്താനെ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൽ ഒരു ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ചെറിയ പ്രവാചകനായ യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിനിവേ നോമ്പിൽ 4 അധ്യായവും 48 വാക്യമുള്ള ഒരു മനോഹരമായ വേദവാക്യങ്ങൾ 4 ദിവസം കൊണ്ട് നാം വായിച്ചു തീർക്കുന്ന പുസ്തകം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഹോഷ് പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. ഇതിൻ്റെ അർത്ഥതലങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, എല്ലാ വർഷവും വലിയ നോമ്പിന് മുന്നോടിയായി നാം കൊണ്ടാടുന്ന നിനിവേ നോമ്പിൽ ഈ പുസ്തകം വായിച്ച് നാം അനേകം ധ്യാനങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ നഗരം ഉന്മൂലമാകുമെന്ന് ഹോഷ് പറഞ്ഞു. എന്നാൽ നിനിവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. പ്രിയമുള്ളവരെ, അത്രമാത്രം നിനിവേ ജനതയുടെ അക്രമങ്ങളും അതിക്രമങ്ങളും ദൈവത്തിന് നിരക്കാത്ത ജീവിതത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം യഹോവയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ ആ നഗരത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി
യഹോവയായ മനുഷ്യന്റെ കൽപ്പന അനുസരിച്ച് ഒരു മനുഷ്യനെ നിനിവയിലേക്ക് അയക്കുന്നു. നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ കപ്പലിൽ കൂലി കൊടുത്ത് യാത്ര ചെയ്തു. എന്നാൽ വീണ്ടും യഹോവ അവനെ വിടുന്നില്ല. നാം വീണ്ടും വായിച്ച് കേൾക്കുന്നുണ്ട്, ആ കപ്പൽ ആടി ഉലയുന്നു. കപ്പലിന്റെ അടിത്തട്ടിൽ ചരക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്ത് കിടന്ന് ഈ മനുഷ്യൻ ഉറങ്ങുന്നു. ഉറങ്ങി മുമ്പോട്ട് കഴിഞ്ഞ് വീണ്ടും കപ്പൽ ആടി ഉലയുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, എന്നെ എടുത്ത് വെള്ളത്തിലെറിഞ്ഞോ, ഈ കടല് ശാന്തമാകും. കപ്പൽ പ്രമാണിയും മറ്റുള്ളവരും ആ വാക്ക് എടുത്ത് അവനെ എടുത്ത് കടലിൽ എറിയുന്നു. എന്നാൽ വീണ്ടും നശിച്ചു പോകാവുന്ന മനുഷ്യനെ യഹോവയായ ദൈവം തമ്പുരാൻ 3 ദിവസം ഒരു തിമിംഗലത്തിന്റെ വായിൽ അകപ്പെട്ട് കരയ്ക്കൊണ്ട് ആ തിമിംഗലം ഛർദ്ദിക്കുന്നു. ഓർത്തു നോക്കി, യഹോവയുടെ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെടാവുന്നൊരു മനുഷ്യനെ വീണ്ടും യഹോവ കൈക്കൊള്ളുന്നൊരു അനുഭവം നാം ഇവിടെ കാണുന്നില്ലേ? അനുതാപത്തിന്റെ ആഴം ഇത്ര സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് യോന പ്രവാചകന്റെ പുസ്തകം എന്ന് പറയും. അവിടെ കാണുന്നുണ്ട്, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. ഒരു ജനത മുഴുവൻ നോമ്പിലേക്ക് വീഴുന്ന അനുഭവം. ഇത്രമാത്രം വലിയ ആത്മതപനത്തിന്റെ, ഒരു തിരിച്ചറിവിന്റെ, തിരിച്ചു വരവിന്റെ, വീണ്ടെടുക്കലിന്റെ ഒരു അനുഭവമല്ലേ നാം ഇവിടെ കാണുന്നത്? ഒരു കാര്യം വ്യക്തവുമാണ്, അവിടെ ജാതി ഏതെന്നോ മതമേതെന്നോ വർഗമേതെന്നോ വർണ്ണമേതെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ജനത മുഴുവൻ നോമ്പിലേക്ക് വീഴുന്നു. യോനയെ കുറിച്ച് പറയുന്നത്, ഏലിയാവ് ഉയർപ്പിച്ച സാരെഫാത്തിലെ വിധവയുടെ മകനാണെന്ന് പറയുന്നു. വീണ്ടും കാണുകയാണ്, എലീശായുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരുവനാണത്. ആരാണ് ഈ എലീശ? ഏലിയാവിന്റെ വാക്ക് കേട്ട് ഏലിയാവിന്റെ പുറകെ പോയവനാ. തനിക്കുണ്ടായിരുന്ന കാളകളെ എല്ലാം ബലി കഴിച്ച് യഹോവയുടെ വാക്ക് കേട്ട് ഏലിയാവിന്റെ പുറകെ എലീശ പോകുന്നു. ആർക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഞങ്ങൾ ശക്തരാണ്, അത്രമാത്രം അഹങ്കരിച്ചിരുന്ന നിനിവേ നഗര നിവാസികൾ ഒരു നോമ്പിലേക്ക് വീഴുന്നു. ഞങ്ങളെ ആരും തോൽപ്പിക്കില്ല, ഞങ്ങൾ ശക്തരാണ്, ഇത്രമാത്രം ഞങ്ങൾ സെക്യൂർഡാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ഒരു വിഭാഗം, ഞങ്ങൾ സംരക്ഷിതരാണെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു ജനത കൂടെ കൂടെ ചുറ്റുമുള്ള മറ്റ് ചെറു രാജ്യങ്ങളെ, നഗരങ്ങളെയെല്ലാം ആക്രമിച്ച് അവിടെ കൈവശമുണ്ടായിരുന്നതെല്ലാം അവകാശമാക്കുന്ന ഒരു ജനത ഇത്രമാത്രം നോമ്പിന്റെ അനുഭവത്തിലേക്ക് വീഴുന്നു. അത് മറ്റൊന്നുമല്ല, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ നഗരം ഉന്മൂലമാകും. നാം അധിവസിക്കുന്ന ഈ ലോകം ഓർത്ത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ടോ? 2019 ഈ പരിശുദ്ധമായ ദേവാലയങ്ങളിലൊക്കെ വരാൻ വേണ്ടി നാം ആഗ്രഹിച്ച ഒരു നിമിഷമുണ്ടായിരുന്നു. തൊട്ടയൽപക്കത്തുള്ളവനെ ഒന്ന് കാണുവാൻ വേണ്ടി നാം ആഗ്രഹിച്ചൊരു നിമിഷങ്ങളുണ്ടായിരുന്നു. സ്വന്തം കുടുംബാംഗങ്ങൾ തമ്മിലൊന്ന് സന്തോഷം പങ്കിടുവാൻ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അന്ന് കൊറോണയെ തുടങ്ങി, വെള്ളപ്പൊക്കങ്ങൾ വരുന്നു, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നു. ഈ 2026 ആയപ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിച്ചു. അതിൻ്റെയും പൂർണ്ണതയിലേക്ക് എത്തിയില്ലേലും ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയെത്ര ജനവിഭാഗങ്ങൾ വല്ലാതെ വിറങ്ങലിച്ചു പോകുകയാണ്.
എത്രയെത്ര മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടം. ആരാണ് യഹോവ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. കുരുത്തക്കേട് ഇരന്നു വാങ്ങുന്ന കാലഘട്ടം. ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടം ജീവിക്കുന്നത്. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. 300 വർഷം തോൽക്കാതിരുന്ന ഒരു ജനത, വലിയവരും ചെറിയവരും എല്ലാവരും, മൃഗങ്ങളും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു നോമ്പിലേക്ക് വീഴുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്തയും അതുതന്നെയാണ്. ഒരു നശ്വരതയുടെ പാഠം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും, നീ മറക്കരുത്. ആധുനിക ക്രൈസ്തവന്റെ ജീവിതവും വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാം. സ്വയം മറന്ന് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ ചരിഞ്ഞു നടക്കുന്ന മനുഷ്യ, നീ ഓർത്തുകൊള്ളണം, നിന്റെ ജീവിതത്തിൽ ഒരു നശ്വരതയുണ്ട്. നീ വീണുപോകും. വല്ലാതെ നീ അഹങ്കരിക്കരുത്. നീ വീണുപോകും. നീ വല്ലാതെ അഹങ്കരിക്കരുതെന്ന് നമ്മോട് തന്നെ പറയുക. വലിയ നോമ്പിലെ വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിൽ നാം ഒരു പാട്ട് പാടാറുണ്ട്. അത് ഇപ്രകാരമാണ്: മണ്ണാൽ മനയപ്പെട്ട മനുഷ്യ, നീ നിഗളിക്കേണ്ട, നാളെ നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. മണ്ണാൽ മനയപ്പെട്ട മനുഷ്യ, നീ നിഗളിക്കേണ്ട, നാളെ നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്ന് പറയുക. പിന്നെ എന്തിനാണ് നാം അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടാണ് നാം മറ്റുള്ളവരെ താഴ്ത്തുന്നത്? ശവസംസ്കാര ക്രമത്തിലെ ദേവാലയത്തിലെ 4ാം ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി എവങ്കേലിയൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഒരു മഹത്വ വസ്ത്രം വലിച്ചിടൂല്ലേ? ആ മഹത്വ വസ്ത്രം വലിച്ചിടുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ മുഖത്തേക്കും നമ്മളിന്ന് വാങ്ങിപ്പോകുന്നവരുടെ മുഖത്തേക്ക് ഇത് വലിച്ചിടുമ്പോൾ നാം ഓർത്തുകൊള്ളണം, വിശുദ്ധ മാമോദിസ കൂദാശയിലൂടെ എനിക്കും നിനക്കും ലഭിച്ചൊരു മഹത്വ വസ്ത്രമാണത്. വിശുദ്ധ മൂറോനാകുന്ന തൈലം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ അഭിഷേകം ചെയ്ത് നമ്മെ ശുദ്ധീകരിച്ച് ഈ സഭയുടെ മക്കളായി ഒട്ടിച്ചേർന്നപ്പോൾ നമുക്ക് ലഭിച്ചൊരു മഹത്വ വസ്ത്രമാണത്. തൈലം ഒഴിച്ചു കഴിഞ്ഞ് മണ്ണിടുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുവാൻ വേണ്ടി എന്ന് പറയുന്നു. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുവാൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തുകൊള്ളണം, നമ്മുടെ വാങ്ങിപ്പോയവരുടെ കല്ലറക്കൽ പോയി നാം പ്രാർത്ഥിക്കുമ്പോൾ, ധൂപം വയ്ക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ ശരീരരക്തം അനുഭവിച്ച ശരീരവും വിശുദ്ധ മാമോദിസ കൂദാശയിലൂടെ ലഭിച്ച മഹത്വ വസ്ത്രവും അതൊരു നാളും നശിച്ചു പോകുന്നില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന പ്രത്യാശ നമുക്ക് നൽകുക. മറ്റുള്ള മനുഷ്യരെ പോലെയല്ല നമ്മൾ. വി ആർ
പ്രിവിലേജഡ് പീപ്പിളാ. വല്ലാതെ അഹങ്കരിക്കുന്ന മനുഷ്യ, നീ ശാന്തമായി ചിന്തിച്ചാൽ മതി. ദേവാലയത്തിലെ സെമിത്തേരിയിലേക്ക് നോക്കിയാൽ മതി. അല്പനേരം സെമിത്തേരിയുടെ അടുത്ത് പോയി നീ ഇരുന്നാൽ മതി. തീരാവുന്ന അഹങ്കാരമേ നമുക്കുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നാം വേദപുസ്തകത്തിലും പാട്ടുകളിലും പാടുന്നുണ്ട്, ഉന്നതരെ താഴ്ത്തുന്നൊരു ദൈവം നമുക്കുണ്ട്. തന്നെത്താൻ താഴ്ത്തുക ധരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ എത്ര ദിക്കുണ്ടെന്ന് ചോദിച്ചാൽ നാം പറയും, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, 4 ദിക്കുകളാണ്. വീണ്ടും ചോദിക്കുകയാണ്, അഷ്ടദിക്കുകൾ എത്രയായി? 8 അല്ലേ? വീണ്ടും പറയുകയാണ്, 11 ദിക്കുണ്ട്. 9ാമത് ദിക്കെന്ന് പറയുന്നത് സ്വർഗമാണ്. 10ാമത് ദിക്കെന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. 11ാമത് ദിക്കെന്ന് പറയുന്നത് നിന്റെ ഹൃദയമാണ്. സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്, നാം വായിക്കുന്നുണ്ട്, 90ാം സങ്കീർത്തനത്തിൽ നാം 12ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നമ്മൾ ആരും എണ്ണുന്നുണ്ടോ? ഒരു 80 അല്ലെങ്കിൽ 90 വയസ്സ് വരെ ജീവിക്കുന്നവര് ഏകദേശം ഒരു 30,000 അല്ലെങ്കിൽ 40,000 കുറവ് ദിവസം ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. നമ്മുടെ പ്രൗഢി എന്താ? ചുമ്മാ എഴുതി വെച്ചാണോ? നമ്മൾ പാടുന്നുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്നതിൽ മാക്സിമം പോയാൽ ഏറിയാൽ 70-80 വരെ പോകാൻ നമ്മൾ പാടുന്നുണ്ട്. 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാ. പഴയ നിയമത്തിലെ സുന്ദരനായൊരു മനുഷ്യനാണല്ലോ മോശെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് ഗേർഷോമും എലിയാസാറും. ഗേർഷോം എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്, ഒരു നിത്യതയെ സൂചിപ്പിക്കുകയാണ്. ഗേർഷോം ഒരു പരദേശവാസതയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പൈതൽ പ്രായം മുതൽ മോശെ പിസ്ഗ മലമുകൾ വരെ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ച ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു സൗഭാഗ്യങ്ങൾ പോലും അനുഭവിക്കുവാൻ ഭാഗ്യമില്ലാതെ പോയ മനുഷ്യനാണ്. വാഗ്ദത്ത ഭൂമിയുടെ പടിഞ്ഞാറ് പിന്മാറേണ്ടി വന്ന മനുഷ്യനാണ്. എല്ലാ കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് മോശെ. ആ മനുഷ്യൻ സ്വന്തം മകന് പേരിട്ടിരിക്കുക ഗേർഷോം. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തിൽ വല്ലാതെ പുളകിപ്പോകുന്ന, ജീവിതത്തിൽ വല്ലാതെ വിറങ്ങലിച്ച് പുളകിപ്പോകുന്ന നമ്മോട് തന്നെ ചോദ്യമാണിത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരു പരദേശവാസിയല്ല ഈ ലോകത്തിൽ. ശവസംസ്കാര ക്രമത്തിലെ പ്രമീൺ സദറായി നാം വായിക്കുന്നുണ്ട്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് വെറും ഒരു പരദേശവാസിയാണ്. നിത്യമായ സ്വർഗകൂടാരം നമ്മുടെ ഭവനമുണ്ടെന്ന് നാം വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിലും. വീണ്ടും നമ്മൾ പാടുന്നുണ്ട്, എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായി എൻ്റെ യേശുനാഥൻ ഒരുക്കുന്നുണ്ട് ഒരു ഭവനം. ആ ഭവനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി തീരേണ്ടത്. ഇവിടെ നമ്മൾ കാണുകയാണ്, വലിയവരും ചെറിയവരും ഒരുപോലെ ഇരട്ടെടുത്ത് ഒരു നൊമ്പിലേക്ക് വീഴുന്നു.
ഈ സ്ലിഹാ നോമ്പിലൂടെ നാം മുമ്പോട്ട് നീങ്ങുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ, പത്രോസും പൗലോസും, പത്രോസ് നീ പാറയാവുന്നു, ഈ പാറമേ ഞാൻ സഭയെ പണിയുമെന്നുള്ള ആ ഒരു വാക്ക് ഒരു വിശ്വാസമാണ്. ശലോമോൻ എന്ന മനുഷ്യൻ അദ്ദേഹം എപ്പോഴും പറയുന്ന വാക്കാണ് ഹാ മായ മായ, സകലതും മായയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖിച്ച് പൊളച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ശലോമോൻ എന്ന് പറയുന്നത്. അദ്ദേഹം കെട്ടി ഫറവോന്റെ മകളെ പോലും വിവാഹം കഴിക്കുന്നു. ദന്തഗോപുരങ്ങൾ, മണിമാളികകൾ, രാജകൊട്ടാരങ്ങൾ, അദ്ദേഹം പോകാത്ത സുഖത്തിന്റെ ഒരവസ്ഥയില്ല. സുഖത്തിന്റെ എല്ലാ ഭാവത്തിലും ചെന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നൊരവസ്ഥയാണ് എല്ലാം മായ. നിനിവെയും വല്ലാതെ വിറങ്ങലിച്ചു പോകുകയാണ്. എല്ലാം മാറി മറിയുന്ന എന്ന് തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അത് തോന്നലായി മാറരുത്. നിനക്കും എനിക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിനക്കും എനിക്കും കിട്ടിയ സൗഭാഗ്യങ്ങൾ, നിനക്കും എനിക്കും കിട്ടിയ ജീവിതത്തിന്റെ നല്ല വശങ്ങൾ, കഷ്ടപ്പാടുകൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും നെടുവീർപ്പുകൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ഒരേപോലെ ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാനും പിടിക്കുവാനും കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതം പ്രകാരമാണ് പറയുന്നത്. 4 കാലിൽ തുടങ്ങുന്ന ശൈശവപ്രായം, 2 കാലിൽ നടന്നു നീങ്ങുന്ന യൗവനം, 3 കാലിൽ അവസാനിക്കുന്ന വാർദ്ധക്യം. ഇതല്ല ഒരു മനുഷ്യ ജീവിതം. 4 കാലിൽ 2 കൈയും 2 കാലും വെച്ച് ഈ ദേവാലയത്തിന്റെ നടുവിൽ കൂടി, ദേവാലയത്തിന്റെ അകത്തളങ്ങളിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ എടുത്തുകൊണ്ട് വന്നൊരു അവസ്ഥയുണ്ടായിരുന്നു നമുക്ക്. യൗവന പ്രായത്തിലേക്ക് കടന്നപ്പോൾ, നടക്കാൻ തുടങ്ങിയപ്പോൾ, ഇവിടെ നടന്ന് നമ്മൾ നീങ്ങി. ഒരു വാർദ്ധക്യ അവസ്ഥയും കൂടെ നിന്റെ മുമ്പിൽ ഉണ്ട്, മറന്നു പോകരുത്. മനുഷ്യൻ അഹങ്കാരത്തോടെ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു ചോദ്യചിഹ്നം നമ്മെ പിടിച്ചു കുലുക്കും. വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറങ്ങേണ്ട സമയത്ത് ആരും ഉറങ്ങുന്നില്ല, ഉണർന്നിരിക്കേണ്ട സമയത്ത് എല്ലാവരും ഉറങ്ങുന്നു. ഉറങ്ങേണ്ട സമയത്ത് ആരും തന്നെ ഉറങ്ങുന്നില്ല. വീണ്ടും കാണുകയാണ്, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. കാലത്തിൻ്റെ ഗതിയുടെ മാറ്റമാണിത്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. ജീവിതത്തിൽ അഹങ്കാരങ്ങൾ നമ്മെ പിടിച്ച് കുലുക്കുമ്പോൾ, ജീവിതത്തിൽ ഞാൻ ആരൊക്കെയാണെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ഉണ്ടാകുമ്പോൾ നാം ചിന്തിച്ചു കൊള്ളണം, ഞാൻ വെറുമൊരു മണ്ണാണ്. കലം ചെയ്ത അഭിനന്ദനായ ഇവാനിയോസ് തിരുമേനിയുടെ ലാസ്റ്റ് വാക്യങ്ങളൊക്കെ പറഞ്ഞൊരു വാക്യമാണ്, നാം എപ്പോഴും എൻ്റെ ശക്തിയിലാണ്, സ്വയം ശക്തിയിലാണ് ഞാൻ ഇന്നതൊക്കെ ആയിത്തീർന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അത് സാത്താൻ്റെ പ്രവർത്തനം. മറിച്ച് ദൈവമാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് ദൈവശക്തി. ഞാൻ ആരൊക്കെയോ ആയെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മളെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനമാണ്. മറിച്ച് ദൈവമാണ്
എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഉറവേ എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവശക്തിയാണ്. പ്രിയമുള്ളവരെ, വലിയ പ്രവാചകനായ യെശയ്യാ പ്രവാചന പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് വിതുമ്പിക്കരയുന്ന ഒരു നിമിഷത്തിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ഹിസ്കിയാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഒരു 15 വർഷം ആയുസ് നീട്ടിത്തരാമോ എന്ന്. വീണ്ടും കാണുകയാണ് 38-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നു, അദ്ദേഹം മുഖം കിടന്നിരുന്ന കിടക്കയുടെ ചുവരിനോട് ചേർത്ത് വെച്ച് വിതുമ്പിക്കരയുകയാണ്. നിനിവേ തിരിച്ചറിയുകയാണ്, ഒരു നശ്വരത നിന്റെ ജീവിതത്തിൽ ഉണ്ട്. നാമെല്ലാവരും ഓരോ മനുഷ്യർക്കും ഓരോ വിലയാണല്ലോ കൽപ്പിക്കുന്നത്. നമ്മളെക്കാൾ ഏറ്റവും ഉയർന്നവന് നമ്മൾ വലിയ വില കൊടുക്കും. നമ്മുടെ സ്റ്റാറ്റസിന് ഒപ്പമാണ് ജീവിക്കുന്നവർക്ക് നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങൾ അവർക്കും നൽകും. എന്നാൽ മൂന്നാമത്തെ ഒരു ഗണമുണ്ട്, നമ്മളെക്കാളും താഴ്ന്ന ഒരു വിഭാഗത്തിന് നാം എപ്പോഴെങ്കിലും ബഹുമാനിക്കാറുണ്ടോ അവരെ? എന്നാൽ പ്രിയമുള്ളവരെ, നാം ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും ഏത് വില കൽപ്പിച്ച് കൊടുത്താലും നാം ഓർത്തുകൊള്ളണം, അവസാനം പോകുന്നത് ആ പെട്ടിക്ക് ഉള്ളിലേക്ക്. വൈദികരാണെങ്കിലും ജനവിഭാഗങ്ങളാണെങ്കിലും താഴ്ന്ന വിഭാഗമാണെന്നോ ഉയർന്ന വിഭാഗമാണെന്നോ എന്ത് വ്യത്യാസമുണ്ടെങ്കിലും ഓർത്തുകൊള്ളണം, നമ്മെല്ലാവരും ആ പെട്ടിക്കുള്ളിലേക്കാണ് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. പിന്നെ എന്ത് കണ്ടാണ് പ്രിയമുള്ളവരെ നാം അഹങ്കരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുവന്റെ ജീവിതം എന്ന് പറയുന്നത് അത് മൺകൂടാരമാണ്. ഒരു മൺപാത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ചൂടുള്ള സമയത്ത് പച്ചവെള്ളം അതിലൊഴിച്ചാൽ അതെപ്പോഴും തണുപ്പിക്കും. ഒരു നിമിഷം തട്ടിക്കളയാനും ഒരു നിമിഷം മതി. മനുഷ്യജീവിതം അതാണ്. പ്രിയമുള്ളവരെ, മോശ ഒരു വിക്കനായിരുന്നു. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, ഒരു മുക്കുവനായിരുന്നു. ദാവീദ് ഒരിടയനായിരുന്നു. എലിശ ഒരു കാളക്കാരനായിരുന്നു. പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ഗുണ്ടയായി മാറിയിരുന്നു. എന്നാൽ ഇത്രയും പറഞ്ഞ മനുഷ്യരുടെ ജീവിതത്തിൽ പ്ലസ് ദൈവകൃപ കൂട്ടിയപ്പോൾ അവരാരെല്ലാമായി മാറി. മോശ വിക്കനായിരുന്ന മനുഷ്യനെ ദൈവകൃപ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ അദ്ദേഹം ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലൂടെ കടന്നു പോകും. നാം ഓർത്തുകൊള്ളണം, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നിന്നും ദൈവകൃപ കുറയ്ക്കുമ്പോൾ നാം ആരാ? ഞാനും നിങ്ങളുമൊക്കെ ആരായി മാറും ദൈവകൃപ കുറച്ചാൽ? നമുക്ക് ലഭിച്ച സൗന്ദര്യവും നമുക്ക് ലഭിച്ചിരുന്ന സമ്പത്തും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പ്രൗഢിയും നമ്മുടെ ബഹുമാനങ്ങളും എല്ലാം പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, ദൈവകൃപ കൊണ്ട് മാത്രം ലഭിച്ചതാണ്. മനുഷ്യ, നീ എന്താണ്, ആദമിന്റെ മകനെ നീ എന്ത് കണ്ടാണ് അഹങ്കരിക്കുന്നത്? ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം അവസാനിക്കുക. നമ്മുടെ ഉള്ള പേര് ആരൊക്കെയോ നമുക്ക് നൽകി. നമുക്കുള്ള വിദ്യാഭ്യാസം ആരൊക്കെയോ നമ്മെ പഠിപ്പിച്ചു. നമുക്കുള്ള ബഹുമാനം ആരൊക്കെയോ നമുക്ക് നൽകുന്നു.
നാം ജനിച്ചപ്പോൾ ഒന്ന് കുളിയുണ്ടായിരുന്നു. ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിളി ഏത് യാമത്തിലാണോ, എപ്പോഴെന്നോ, ഏത് നേരമാണെന്നോ നോക്കുമ്പോൾ ഒരു കുളി നമുക്ക് ബാക്കിയുമുണ്ട്. ജനിച്ച സമയം ആരൊക്കെയോ നമ്മെ പൊതിഞ്ഞെടുത്തു. ഇവിടെ നിന്ന് അവസാനിക്കുമ്പോഴും ഒരു മഹത്വ വസ്ത്രം നമുക്ക് നൽകുന്നില്ലേ? 40 ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ നിനിവേ നഗരം ഉന്മൂലമാകുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഒരു ജനത നോമ്പിലേക്ക് വീണെങ്കിൽ നാം ചിന്തിച്ചു കൊള്ളണം, എത്രമാത്രം ജീവിതത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും അഹങ്കരിക്കുന്നുണ്ടോ? ഒരു ന്യായവിധിയുടെ ദിവസത്തിൽ ഉണ്ട്. ഒന്നാമത്തെ ചിന്ത അവസാനിപ്പിക്കും. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് നൽകുന്നത് ഒരു അത്ഭുതകരമായ ഒരു ആത്മതപനത്തിൻ്റെ പാഠമാണ്. ഓർക്കണം, യോനാ പ്രവാചകന്റെ ഭാഷയിൽ നിനിവേ നിവാസികൾ അഗ്രചർമ്മികളാണ്, സ്വന്തം ജനമല്ലാത്തവരാണ്, മത്സരികളാണ്. അതുകൊണ്ടായിരിക്കും യോനായ്ക്ക് ആ വിഭാഗത്തിലേക്ക് ആദ്യം പോകാൻ മനസ്സില്ലാതെ വന്നു. എന്നാൽ രണ്ടാമതായി യഹോവയായ ദൈവത്തിന്റെ കൽപ്പന കേട്ട് 3-ാം അധ്യായത്തിലൂടെ യോന കടന്നു നീങ്ങുമ്പോൾ യോനായെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മതപനത്തിന്റെ അനുതാപത്തിലൂടെ ഈ ജനത മാറുന്നു. ഒരു നിരുപാധികമായ അൺകണ്ടീഷണായുള്ള റിപ്പൻറ്റൻസിലേക്ക് ഈ ജനത മാറുന്നു. പ്രിയരെ, നാം ശ്രദ്ധിച്ചു കൊള്ളണം. ഇവിടെ യോനായ്ക്ക് ഉണ്ടായിരുന്നത് ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസ്, ചാഞ്ഞും ചരിഞ്ഞും പോകുന്ന ഒരു അനുതാപം. നിനിവേ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അൺകണ്ടീഷണായുള്ള ഒരു റിപ്പൻറ്റൻസ് നാം ഇവിടെ കാണുകയാണ്. ഇത് തന്നെ നമ്മോടും ചോദിച്ചാൽ മതി. ഈ 16 ദിവസം പൂർത്തീകരിക്കുമ്പോൾ എത്ര പേർക്ക് നോമ്പെടുക്കുവാൻ കഴിഞ്ഞു? എത്ര പേർക്ക് ഒരു നേരം ഉപവസിക്കാൻ കഴിഞ്ഞു? എത്ര പേർക്ക് 2 നേരമുള്ള കുടുംബ പ്രാർത്ഥനകൾ നടത്തുവാൻ കഴിഞ്ഞു? കുമ്പിട്ട് ദൈവത്തെ നമസ്കരിക്കുവാൻ കഴിഞ്ഞു? അതല്ലേ പ്രിയമുള്ളവരെ ഫ്ലെക്സിബിളായി നമ്മൾ മാറുന്നത്? സീസണൽ സ്പിരിച്വാലിറ്റിയും ഫ്ലെക്സിബിൾ സ്പിരിച്വാലിറ്റിയും ഫ്ലെക്സിബിൾ റിപ്പൻറ്റൻസും നമ്മെ പിടിച്ചു കുലുക്കുമ്പോൾ ഇവിടെ വീണ്ടും കാണുകയാണ് യോനായ്ക്ക് ഓരോ സമയം നമ്മൾ കാണുന്നുണ്ട് ഓരോ മുഖമായിരുന്നു. വെള്ളത്തിൽ വീണപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ എടുത്ത് ഒരു വിശുദ്ധ മുഖം അദ്ദേഹം കാണുകയാണ്. അവിടെ നിനിവയിലേക്ക് അദ്ദേഹം ഒരു പ്രവാചകവുമായി കടന്നു ചെല്ലുന്നു. എന്നാൽ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്ന ആവണക്കിന്റെ ചുവട്ടിരിക്കുമ്പോൾ ഒരു രാത്രി കൊണ്ടുണ്ടായി വന്ന ആവണക്ക് ഒരു പുഴുവ് മൂലം നശിച്ചു പോയപ്പോൾ അദ്ദേഹം ഒരു നിരാശയുടെ മുഖത്തേക്ക് കടന്നു ചെല്ലുന്നു. ഒരു വിശുദ്ധവും കാണുന്നുണ്ട്, ഒരു പാനിക് ഫേസ്, പതറ്റിക് ഫേസ്, അങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങളിലും ഭാവങ്ങളിലൂടെ നാം കാണുകയില്ലേ ഈ വേദഭാഗത്ത്? യോനായെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുതാപത്തിലേക്ക് ഈ ജനത മാറുന്നു. വല്ലാതെ കഠിനമാവുന്ന ഹൃദയങ്ങൾ നമുക്കും ഉണ്ടാകാറില്ലേ? വല്ലാതെ കഠിനമാകുന്ന നിലപാടുകൾ നാം എടുക്കാറില്ലേ? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 9 തവണ
ആവർത്തിക്കുന്ന ഒരു വാക്കാണ്. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ആരാധനയ്ക്ക് അയക്കണമേ എന്ന് ഫറവോനോട് ആവശ്യപ്പെടുമ്പോൾ ഫറവോന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം കഠിനമാകുന്ന അവസ്ഥ, വല്ലാതെ വിറങ്ങലിക്കുന്ന അവസ്ഥകൾ, മനുഷ്യത്വമില്ലാത്ത ഹൃദയ അന്തർഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും നാം ഇവിടെ കാണുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് യഥാർത്ഥമായ ഒരു നോമ്പ് എന്തെന്ന് ചോദിച്ചാൽ അവിടെയും കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അബ്രഹാം പിതാവ് ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ആ ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുതിരയുണ്ട്, ചേവകരുണ്ട്, അബ്രഹാം പിതാവുണ്ട്, ഇസ്ഹാക്കുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, തീയും നമ്മൾ കാണുന്നു. എന്നാൽ മൊറിയാമ്മൽ തൊട്ട് താഴെ ചെല്ലുമ്പോൾ അബ്രഹാം പിതാവ് പറയുകയാണ്, ഇനിയുള്ള യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. ഉടനെ അബ്രഹാം പിതാവിന്റെ ചുമലിരുന്ന വിറകിട്ട് ഇസ്ഹാക്കിന് നൽകുകയാണ്. മലമുകളിലേക്ക് കയറുമ്പോൾ സ്വന്തം മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? കാരണം മറ്റൊന്നുമല്ല, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുമുണ്ട്, എല്ലാം ഉണ്ട്. സ്വന്തം അപ്പൻ പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. ഈ വിശ്വാസം നമുക്ക് വേണ്ടത്, ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നാം ഈ പരിശുദ്ധന പരിമല തിരുമേനയുടെ ഖബറിങ്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമായി ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഖബറിങ്കൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ വേദനകൾ സമർപ്പിക്കുന്നുണ്ട്. സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരാശ്വാസം അവിടെ നിന്ന് ലഭിക്കുകയാണ്. യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. യഹോവ കരുതുന്ന അനുഭവമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മിരിയമും അഹരോനും കൂടെ അഹങ്കാരത്തിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ കുപ്പായം ധരിച്ചുകൊണ്ട് യഹോവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്യുകയുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്യാറില്ല എന്ന്. മറ്റൊന്നുമല്ല, മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ചൊറുക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യരില്ല ഈ ലോകത്ത്. ദൈവപുത്രനെ വെല്ലുവിളിക്കുന്ന മനുഷ്യരില്ലേ നമ്മുടെ ചുറ്റുപാടുകളിൽ? നാം ചിന്തിക്കണം. ദൈവബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തിരികെ വരണം. ഒരു അൺകണ്ടീഷണൽ റിപ്പന്റൻസ് നമുക്ക് ആവശ്യമാണ്. ആ നിരുപാധികമായ റിപ്പന്റൻസ്, അനുതാപം നമുക്ക് ആവശ്യമാണ്. മനുഷ്യരുടെ ധർമ്മം നശിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകും. നിനവേക്ക് സംഭവിച്ചത് ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ്. ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സൊദോം ഗൊമോറയ്ക്ക് സംഭവിച്ചത് ദൈവമുണ്ടെന്നുള്ള ബോധ്യം അവർക്കില്ലാതെ പോയി. നാം ഓർത്തുകൊള്ളണം, നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ആരാധനയും കുമ്പിടിലും ദാനധർമ്മവും എല്ലാം
നമ്മുടെ ആരാധനയും കുമ്പിടിലും നോമ്പുകളുമെല്ലാം നാം നിർവഹിക്കുമ്പോഴും സാത്താൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞ് മതി. പ്രിയമുള്ളവരെ, മാറ്റിവെക്കണമെന്ന് നമ്മോട് പറയുകയാണ്. നാം ചിന്തിച്ചു കൊള്ളണം, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കാണാവുന്ന ദൂരത്തിൽ അവൻ നമ്മെ നോക്കിയിരിക്കുന്നുമുണ്ട്. ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ കാലവും ഒരുപോലെ ഇരിക്കുമെന്ന് ഒരു മനുഷ്യനും ചിന്തിച്ചേക്കരുത്. കാരണം മറ്റൊന്നുമല്ല, അക്കാലത്തെല്ലാ കാലത്തും അവൻ നമ്മോടൊപ്പമുണ്ട്. ഈ വിശ്വാസമായിരിക്കണം പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അവസാനമായി അസീസിയിലെ ഫ്രാൻസിസ് പിതാവ് പറയുന്നൊരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ പര്യവസാനിക്കുക. ദൈവമേ, പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഖമാരെ വിട്ട് അതിൻ്റെ വാതിലങ്ങ് അടച്ചു കളഞ്ഞു. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യതയിലേക്ക് എറിഞ്ഞു കളഞ്ഞേക്കണം. മൂന്നാമതായി, എന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു കൈയും നീട്ടി എന്നെ അങ്ങ് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു അനുഗ്രഹമായി തീരണം. നിങ്ങൾ ഓർത്തുകൊള്ളണം, എല്ലാ കാലവും ഒരുപോലെ ഇരിക്കുമെന്ന് ആരും കരുതിയേക്കരുത്. സങ്കടമാകാം, സന്തോഷമാകാം, പക്ഷേ അവൻ വാക്ക് തരുന്നുണ്ട്, ഏത് കാലമാണെങ്കിലും അവൻ നമ്മോട് ഒപ്പമുണ്ടാകും. നാം ചിന്തിച്ച വാക്യവും അതുതന്നെയാണല്ലോ. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ നഗരം ഉന്മൂലമാകും. പ്രിയമുള്ളവരെ, ഒരു നശ്വരതയുടെ പാഠം, ഒരു അത്ഭുതകരമായ ആത്മതപനത്തിൻ്റെ ഒരു അവസ്ഥ, രൂപാന്തരം നമുക്കുണ്ടാകണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പറയുന്ന എനിക്കും നമുക്കെല്ലാവർക്കും ആ രൂപാന്തരം സാധ്യമാകുമ്പോഴാണ് ഈ നോമ്പ് ദിനങ്ങൾ പത്രോസിനെയും പൗലോസിനെയും സ്ലിഹന്മാരെയും ഒക്കെ നാം അനുസ്മരിച്ച് നോമ്പിലൂടെ കരയേറുമ്പോൾ, നോമ്പ് പര്യവസാനിക്കാൻ വേണ്ടി 2-3 ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സ്ലിഹന്മാർ കാണിച്ചു തന്ന വിശ്വാസം, പത്രോസേ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള ആ വാക്കുപോലെ നമ്മുടെ ജീവിതവും അതിനെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ തിരുമനസ്സിനുള്ള ആദരവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.